പ്രവാസി സംഘടനാ പ്രവർത്തകൻ ആർ.ജെ. സജിത്തിന്റെ അഫ്രാജ് സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദം എന്ന പുസ്തകം മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി.എച്ച്. ശ്രീധരൻപിള്ള പ്രകാശനം ചെയ്തു. പ്രശസ്ത കവി പി. ശ്രീധരൻ ഉണ്ണി പുസ്തകം ഏറ്റുവാങ്ങി. ഖത്തറിലെ തടവറകളിൽ നിന്നുയർന്ന ഒരു നേരിട്ടുള്ള സാക്ഷ്യപത്രമായ കൃതിയാണ് അഫ്രാജ് സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദം എന്ന പുസ്തകം. ജയിൽ ജീവിതത്തിനിടയിൽ ലഭിച്ച നിയമഗ്രന്ഥങ്ങളുടെയും സഹതടവുകാരുടെ അനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങളെ തുറന്നു കാട്ടുന്ന പുസ്തകം. വേദനയുടെ രേഖ മാത്രമല്ല, അവബോധത്തിനുള്ള ശക്തമായ ആഹ്വാനം കൂടിയാണിത്. ടാഗോർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഹോട്ടൽ അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി.എച്ച്. ശ്രീധരൻപിള്ള പ്രശസ്ത കവി പി. ശ്രീധരൻ ഉണ്ണിക്ക് നൽകിയ പുസ്തകം പ്രകാശനം ചെയ്തു. പിന്നെ എവിടെയാണ് നീതി? സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദമെന്ന് പറയുമ്പോൾ ജന്മാവകാശം പോലെ നമ്മുടെ തിലകൻ മാത്രമല്ല, ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ അദ്ദേഹവും 1.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ സ്വാതന്ത്ര്യം ജന്മാവകാശമാണ്. അത് പിന്നീട് 48-ൽ മനുഷ്യാവകാശങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രഖ്യാപനത്തിന്റെ പൊരുളും ഈ അവകാശമാണ്. എവിടെ ജനിച്ചാലും ആർക്കും നിഷേധിക്കാൻ പാടില്ലാത്ത മനുഷ്യാവകാശങ്ങളെ കുറിച്ചാണ് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കോൺഫറൻസിന്റെ ആ നിയമം ലോകത്തോട് പറഞ്ഞിട്ടുള്ളത്. അത് എവിടെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, വിവാദങ്ങൾക്ക് ഇവിടെ പറയാൻ ഇന്ത്യൻ സിസ്റ്റം ശരിയാണ്. ലോകത്ത് 2 തരത്തിലുള്ള നിയമവ്യവസ്ഥകളുണ്ട്, ഫ്രഞ്ച് സിസ്റ്റവും മറ്റൊന്ന് ആംഗ്ലോ സാക്സൺ സിസ്റ്റവും. നെല്ലിയോട്ട് ബഷീർ അധ്യക്ഷനായിരുന്നു. UK കുമാരൻ പുസ്തകം പരിചയപ്പെടുത്തി. പുസ്തക ചർച്ചയിൽ അഡ്വക്കേറ്റ് PM നിയാസ്, പ്രജീഷ് തിരുത്തിയിൽ, ഡോക്ടർ M ഷിലൂജാസ്, ദിനേശ് കാരന്തൂർ, ബാബു കരിപ്പാല, ശ്രീശൻ തയ്യിൽ, ഷാബു പ്രസാദ്, അഡ്വക്കേറ്റ് അജീഷ് S ബ്രൈറ്റ്, എറീന സജിത്ത്, റൈനൈസ സജിത്ത് എന്നിവർ സംബന്ധിച്ചു. വേദ പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.